തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സർദീസ് സഭയോട് കർത്താവ് പറയുന്നത്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. വെളിപ്പാട് 3:1. സർദീസ് സഭയുടെ കർത്താവ് പറയുന്നത് തന്നെ ഇന്ന് നമ്മോട് പറയുകയാണ്. ഞാൻ നിൻ്റെ എല്ലാ പ്രവൃത്തികളും അറിയുന്നു. മാനുഷിക പദ്ധതികളെക്കാൾ ഉപരിയായ ഒരു വിലയിരുത്തൽ ദൈവിക പദ്ധതിയിൽ ഉണ്ട്. നമ്മുടെ വഴികൾ നമുക്ക് ചൊവ്വുള്ളതായി തോന്നും, എന്നാൽ യഹോവയായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ്. സദൃശവാക്യം 21:2. ഒരു രാജാവിനെ തന്നെ തുലാസിൽ തൂക്കി കുറവുകളെ കണ്ടെത്തിയ ദൈവത്തെക്കുറിച്ച് ദാനിയേൽ 5:22 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ദൈവം നമ്മെ സൃഷ്ടിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. മത്തായി 5:48 കർത്താവ് നമ്മോട് പറയുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നാമും സൽഗുണപൂർണരാകണം എന്ന്. എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനായ ദൈവം എന്തായിരിക്കും നമ്മോട് പറയുന്നത്? സർദീസ് സഭയോട് പറഞ്ഞതുപോലെ നമ്മുടെ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കാണുന്നില്ല എന്ന് പറയുമോ? വെളിപ്പാട് 3:2. പൂർണ്ണതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അനേക പ്രവൃത്തികൾ ഇന്ന് നമ്മിൽ ഉണ്ട്. അവ എന്തെന്ന് മനസ്സിലാക്കാതെയുള്ള ജീവിതമാണ് ഇന്ന് വിശ്വാസികൾ നയിക്കുന്നത്. ലോകപ്രകാരമുള്ള ധനസമ്പാദ്യങ്ങൾ തങ്ങൾക്ക് സുരക്ഷിതത്വം നൽകും എന്ന ചിന്തയിൽ മറ്റൊന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടാതെ ധനത്തിൽ മാത്രം ആശ്രയിച്ചുള്ള ജീവിതമായിരുന്നു സർദീസ് നയിച്ചിരുന്നത്. അവർക്ക് ജീവൻ ഉള്ളവൻ എന്ന് പേരുണ്ടായിരുന്നു, എന്നാൽ സഭ ആത്മീകമായി ചത്ത അവസ്ഥയിൽ ആയിരുന്നു. ധനത്തിൻ്റെ വഞ്ചനയെക്കുറിച്ച് സഭയ്ക്ക് അറിവില്ലാതെ പോയി എന്ന് വിശ്വാസ സമൂഹം നേരിടുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത്. ധനത്തിൻ്റെ സ്വാധീനത നമ്മളുടെ മുൻപിലുള്ള ഒരു വലിയ പോരാട്ടമാണ് എന്നത് മറക്കരുത്. ധനമോഹത്താൽ എലീശ പ്രവാചകൻ്റെ ശിഷ്യൻ തനിക്ക് ലഭിക്കാമായിരുന്ന അനുഗ്രഹകരമായ ഭാവി നഷ്ടമാക്കി. എലീശ തൻ്റെ വിശ്വസ്തതയാൽ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് അവകാശമാക്കി. എന്നാൽ എലീശയുടെ ബാല്യക്കാരൻ ദ്രവ്യാഗ്രഹം മൂലം ആ ദിവ്യ പദവി നഷ്ടമാക്കി. ലക്ഷ്യം തെറ്റിയുള്ള ജീവിതം പരാജയത്തിന് കാരണമാകും. ഈ ലോകത്തിലെ ധനസമ്പാദ്യങ്ങളിൽ ആകർഷിക്കപ്പെട്ട ലോത്ത് നാശത്തിലേക്ക് നീങ്ങി. നീതിമാനായ അബ്രഹാമോ തൻ്റെ സഹോദരപുത്രനായ ലോത്തിന് ഏറ്റവും ഫലഭൂയിഷ്ഠമായ ദേശം നൽകി. അബ്രഹാം തന്നത്തേക്കാൾ മനുഷ്യ സ്നേഹത്തിന് പ്രാധാന്യം നൽകി. സൊദോം രാജാവിൻ്റെ സമ്പത്തെല്ലാം കവർന്നു കൊണ്ടുപോയ കെദോർലായോമേരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ച് സമ്പത്ത് എല്ലാം മടക്കിക്കൊണ്ടുവന്ന് അബ്രഹാമിനോട് സമ്പത്തെല്ലാം എടുത്തുകൊള്ളുക എന്ന് സൊദോം രാജാവ് പറയുമ്പോൾ അബ്രഹാമിൻ്റെ മറുപടി, നിനക്കുള്ളതിൽ നിന്ന് ഒരു ചരടാകട്ടെ ചെറുപ്പുവാറാകട്ടെ ഞാൻ എടുക്കുകയില്ല എന്നായിരുന്നു. ഉൽപ്പത്തി 14:21-22 വാക്യങ്ങൾ. ഇന്ന് നമ്മളുടെ അവസ്ഥ എപ്രകാരമാണ്? പണത്തോടുള്ള ആർത്തിയും ആവേശവും നമ്മിലുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്കണം. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരും. യാക്കോബ് 4:4 ഇങ്ങനെ പറയുന്നുണ്ട്, ലോകത്തിൻ്റെ സ്നേഹിതൻ
ദൈവത്തിൻ്റെ ശത്രുവാകുന്നു എന്ന്. സർദീസിലെ സഭയ്ക്കുണ്ടായ ഈ ബലഹീനത നമുക്ക് ഒരു മുന്നറിയിപ്പാണ്. ഈ ഒരു അവസ്ഥയിലും ദൈവം നമ്മെ കൈവിടുകയില്ല. കർത്താവ് നമ്മോട് പറയുന്നത്, ഉണർന്നെഴുന്നേൽക്കുക, ചാവാറായ നിന്റെ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ബലഹീനതകളെ മനസ്സിലാക്കി ശക്തി പ്രാപിക്കുക എന്ന. ഇത് നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രത്യാശയാണ്. ഉണരുവാനുള്ള അവസരമാണ് ഇത്. എപ്രകാരമാണ് ഉണരേണ്ടത്? ഉണർവ് പ്രസ്ഥാനങ്ങളുടെ കാറ്റ് ആഞ്ഞടിക്കുന്ന കാലമാണല്ലോ ഇത്. എന്നാൽ ഉപരിപ്ലവമായ ചലനങ്ങൾ ഉണ്ടായതുകൊണ്ട് ഉണർവുണ്ടാകില്ല. നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് ബോധ്യമുണ്ടായി അവയെ പരിഹരിക്കണം. അതിന് നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രം: ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. വചനം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. വചനം നമ്മുടെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകും. വചനം നമ്മളുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. വചനം നാം ആരായിരിക്കുന്നുവെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കണ്ണാടിയാണ്. അതുകൊണ്ട് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ക്രിസ്തുവെന്ന തലയോളം വളർന്ന് നമുക്ക് ജയാളികളാകാം. കർത്താവേ, തിരുസന്നിധിയിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി പൂർണ്ണതയുള്ളതായി തീരുവാൻ സഹായിക്കണമേ. ആമേൻ. കരതെറ്റി കടലാകെ ഇളകുമ്പോഴഴലുമ്പോ മറപറ്റി അണയുമെൻ ചാരേ. കരതെറ്റി കടലാകെ ഇളകുമ്പോഴഴലുമ്പോ മറപറ്റി അണയുമെൻ ചാരേ. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം.